KSRTC പറ്റിയിട്ട് അപവാദം പ്രചരിപ്പിക്കുന്ന മോന്മാരോട് പറയാനുള്ളത്, KSRTC പുതിയ വണ്ടികളുണ്ട്. പഴയ വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പഴക്കമുള്ള വണ്ടികൾ KSRTC ഉപയോഗിക്കുന്നില്ല, അതൊക്കെ സ്ക്രാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഗണേഷ് കുമാർ സാറ് നമുക്ക് പുതിയ വണ്ടികളെ നമുക്ക് അനുവദിച്ചു തന്ന വണ്ടികൾ, ഇതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ തൊഴിലാളികളും മാനേജ്മെൻറ്റും കൂടെ എഫേർട്ട് ഇട്ടിട്ട് ഇപ്പം നല്ല രീതിക്ക് KSRTC വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ പുതിയ വണ്ടികളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അനുവദിച്ച 2 AC സീറ്റർ വണ്ടികളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുച്ഛമായ വിലക്ക് ബാംഗ്ലൂരും AC നല്ല സുഗമമായ യാത്ര പ്രദാനം ചെയ്യുന്ന വണ്ടികളാണ്. പ്രകാശിൻ്റെ ബോഡി കയറ്റിയ കെപ്പല്ല 13.5 മീറ്റർ വരുന്ന വണ്ടികളെല്ലാം ഉണ്ട്. പുതിയ സ്വിഫ്റ്റ് വണ്ടികളുണ്ട്, ബാംഗ്ലൂർ, മൈസൂർ എന്നീ റൂട്ടുകളിലെല്ലാം ഓടുന്നുണ്ട് പുതിയ വണ്ടികൾ. പിന്നെ ചെറിയ ചെറിയ വണ്ടികൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ലോക്കൽ റൂട്ടുകളിലും കാര്യങ്ങളിലും ഓടാനുള്ള വണ്ടികൾ വരെ നിൽക്കുന്നുണ്ട്. നിലവിൽ ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇപ്പോൾ വണ്ടികൾ അനുവദിച്ച് കിട്ടാത്തത്. അതൊക്കെ മാറും. KSRTC എന്ന് പറയുന്ന ഏതൊരു പൊതുജനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏത് പാതിരാത്രിക്കും ആരെയും എവിടെയും എത്തിക്കാൻ KSRTC അല്ലാതെ മറ്റൊരു വണ്ടി ഇന്ന് കേരളത്തിലില്ല. അതും കൂടെ നിങ്ങൾ ചിന്തിച്ചോ. വണ്ടിയാണ്, ഒരു ബോൾട്ടോ നെട്ടോ എന്തെങ്കിലും പൊട്ടിയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഏതൊരു വണ്ടിയായാലും പുതിയ വണ്ടി ഇപ്പോൾ നിലവിൽ പൊട്ടിത്തെറിക്കുന്നില്ലേ, വെച്ച സ്ഥലത്ത് നിന്ന് കത്തുന്നില്ലേ, ഇതൊന്നും ആർക്കും കാണാനില്ല. KSRTC ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ കാര്യങ്ങളോ അപവാദം പ്രചരിപ്പിക്കാനല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ വിഭാഗം ജനങ്ങളുണ്ട്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള ആൾക്കാർ എന്തോ ആകട്ടെ, അവർ പറയുന്ന പറയുകയുള്ളൂ.